ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങാച്ചാറാണ്. ഇപ്പോൾ മാങ്ങാച്ചാറിലേക്ക് ആവശ്യമായ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വറ്റൽമുളകും പച്ചമുളകും ഒന്ന് പൊട്ടി വരണം കേട്ടോ. അങ്ങനെ അതും ഒന്ന് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ ഉലുവാപ്പൊടിയും പിന്നീട് കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് മാങ്ങയിലേക്ക് വേണ്ടുന്ന ആ ഒരു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അല്ലാതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഈസി ഒരു മാങ്ങാച്ചാറാണ്. ഓക്കെ, അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്